തിരുവോണത്തിൻ്റെ ആഘോഷ തിമിർപ്പുകളിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, നാടകകാരൻ എന്നുള്ള നിലയ്ക്ക്, ചിന്തകൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് നടനായി എന്ന് മാത്രം, നടനായിട്ടാണ്. ശ്രീ ഭരത് മുരളി, അദ്ദേഹവും കുടുംബവുമാണ് ഇന്ന് തിരുവോണത്തെ, ശുഭദിനത്തെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ, നല്ലതാക്കാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ സ്വാഗതം ചെയ്യാം. ഗ്രാമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യകാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശിയാണ് ഏറ്റവും കൂടുതൽ, മുത്തശ്ശിയും അമ്മയുമാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കലാപ്രവർത്തനങ്ങൾക്കും വായനയ്ക്കും ഒക്കെ തന്നെ. മുത്തശ്ശിയുടെ ഓർമ്മകൾ. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും വീട്. അമ്മാവൻ്റെ മോളാണ്. വെളിയം പഞ്ചായത്തിൽ കുടവട്ടൂർ എന്ന് പറയുന്നൊരു ഗ്രാമം, മുമ്പ് കുഗ്രാമം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്രാമം. അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അമ്മൂമ്മയുടെ നിർബന്ധം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് എണീറ്റ് ഹരിനാമ കീർത്തനം ചൊല്ലണം. 4ലും 5ലും ഒക്കെ പഠിക്കുന്ന സമയമാണ്. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം പിന്നീട് ഒക്കെ വായിച്ചിട്ടുള്ളപ്പോൾ മനസ്സിലായത് ഒന്നും അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ചൊല്ലണം, അതിനുശേഷം പഠിക്കണം. അക്കാര്യത്തിലൊക്കെ കർക്കശക്കാരിയായിരുന്നു അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എഴുതാനും വായിക്കാനും അറിയാമായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് മിക്കവാറും കഥകളി ഉണ്ടാവും. അത് നിഴൽക്കുത്തായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നളചരിതം, പല കഥകൾ. അപ്പോൾ അവിടെ കൊണ്ടുപോകും അമ്മൂമ്മ. അങ്ങനെ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോവുക, എന്നൊരു കഥ പറഞ്ഞു തരിക, ഒരു ഏകദേശം ഐഡിയയെ അറിയാവും അമ്മയ്ക്ക്. പിന്നെ എപ്പോഴും എൻ്റെ നാടക പ്രവർത്തനങ്ങൾ, കുട്ടിക്കാലത്ത് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായ രാമേന്ദ്രൻ സാറാണ് എന്നെ ആദ്യമായിട്ട് ഓണമുണ്ടും ഓടക്കുഴലും എന്ന നാടകത്തിൽ ബാലാപ്പാട്ടുകാരനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ മുൻനിരയിൽ അമ്മൂമ്മ ആണ്. പിന്നെ അക്കാലത്ത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വേഷക്കാരനായിരുന്നു. ഈ വെട്ടും പാടുമൊന്നും അന്നും ഉണ്ടെങ്കിലും അതങ്ങനെ ഒരു പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റേജല്ലേ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു താല്പര്യം, ഒരുപക്ഷെ അതിനുണ്ടായിരുന്നിരിക്കും, ഒരു ജനറ്റിക് പ്രസൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ വികസിപ്പിക്കാൻ സഹായിച്ചത്, അതിലേക്ക് ശ്രദ്ധിക്കാൻ സഹായിച്ചത് അമ്മൂമ്മയാണ്. ഞാൻ സിനിമയെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് അമ്മൂമ്മയുണ്ട്, പക്ഷേ എൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഞാൻ നാട്യഗ്രഹത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച ശനിദശ എന്ന നാടകം, അത് ചാത്തന്നൂരിൽ സ്റ്റേജ് ചെയ്തപ്പോൾ അമ്മൂമ്മ വന്ന നാടകം കണ്ടു. മിനിമെന്ന് കണ്ടു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വന്നു. അപ്പോൾ അമ്മൂമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എപ്പോഴും എന്നിൽ ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായതിൻ്റെ 101ാം ദിവസം ആഘോഷം എറണാകുളത്ത് വെച്ചായിരുന്നു. പഞ്ചാഗ്നി, ഹരിഹരൻ സാറും MD സാറുമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, 7 ആർട്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്നെ വിളിച്ചു. ഞാനവിടെ പോയി തിരിച്ച് രാവിലെ തിരുവനന്തപുരത്ത് വന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങളാണ് വന്നത്. വന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് അട്ടാക്കുളങ്ങര സ്കൂളിലാണ് റിഹേഴ്സൽ. അവിടെ പോയി രാത്രി ഒരു 10 മണിക്ക് താമസിക്കുന്നിടത്തെത്തിയപ്പോൾ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു മേശപ്പുറത്ത്, അമ്മൂമ്മ മരിച്ചുപോയി. അപ്പോൾ രാത്രി 10 മണിയായി. പെട്ടെന്നൊരു കാറ് വിളിച്ച് കവി വിനയേന്ദ്രനും ഞാനും വേറൊരു സുഹൃത്തും കൂടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ശവദാഹം കഴിഞ്ഞു. അമ്മൂമ്മയെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും നമുക്കൊരു അവാർഡ് കിട്ടുമ്പോഴേ, അല്ലെങ്കിൽ ഒരു പുതിയ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അമ്മൂമ്മയുടെ. അതാണ് ആ ബന്ധം. അമ്മയുടെ സാന്നിധ്യം അങ്ങനെ തന്നെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമ്മ വളരെ സാധുവാണ്. അമ്മയ്ക്ക് അന്ന് ഞങ്ങൾ 5 മക്കളാണ്. കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 പെണ്ണും 3 ആണും. 2 പെണ്ണും 3 ആണും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധിക്കാനുള്ള സമയമില്ല. 1, 2, ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ല വളർന്നത്, അമ്മാവൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ്. പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ്. അത് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്ത്, പിന്നെ BA ശാസ്താംകോട്ട കോളേജിൽ, വീണ്ടും LLBക്ക് ഇവിടെ വന്നു, ജോലി. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ഒരു വീട്ടിലങ്ങനെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. മുരളിച്ചേട്ടൻ്റെ ആ പുസ്തകത്തിൽ അഭിനയത്തിൻ്റെ രസതന്ത്രം, അതിനകത്ത് ഈ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു നാടകത്തെക്കുറിച്ച് പറയുന്നില്ലേ, അഭിനയിക്കുമ്പോൾ സ്കൂൾ ആനിവേഴ്സറിക്ക് ഒരു പാട്ട് പാടാനായിട്ട്. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ആർത്തലച്ചു കയറുക ഒത്തുനാം പുതിക്കുക, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ 4-5 കുട്ടികളെ വിളിച്ചിരുത്തി. എനിക്ക് പാട്ടിനെ പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. ആദ്യത്തെ ദിവസം
കൂടെ കൂടി. 2-ാം ദിവസം ആയപ്പോൾ സാറെന്ന് പറഞ്ഞ് ശ്രുതിയും താളമൊന്നുമില്ല. അപ്പോൾ ഈ ശ്രുതി എന്തുവാന്നും താളം എന്തുവാന്നും അറിഞ്ഞൂടാ. അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു അത്തരം ചില അനുഭവങ്ങൾ വളരെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ഒരു തീ തരും, ഒരു ചൂട് തരും, ഒരു ചൂട് തരും. അത്തരം അനുഭവങ്ങളെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങളാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സഹായിക്കുന്നത്. അതുകൊണ്ട് മുരളിച്ചേട്ടൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പഠിക്കാൻ പോയോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടേ ഇല്ല. അതിമനോഹരമായി കവിത ചൊല്ലുമല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് കവിത ചൊല്ലുന്നത്. അതെ, നന്നായിട്ട്. അത് ഞാൻ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ഒരു വായനശാലയുണ്ട്, ദേശസേവിനി എന്ന് പറയുന്നത്. ഈ വായനശാല പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഇടതുപക്ഷത്തിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്. വലിയ ജന്മിമാരോ വലിയ കാശുകാരോ ഇല്ല, എല്ലാവരും ഇടത്തരക്കാരാണ്. എല്ലാ വീട്ടിലും വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ ഈ പുസ്തക വായന, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് കുട്ടിക്കാലത്തെ ഒരു ശീലമായിരുന്നു. ഒരു പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ 3-4 സുഹൃത്തുക്കൾ കൂടി കഴിഞ്ഞാൽ ഒരു പുസ്തകത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് എപ്പോഴും. അപ്പോൾ അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഇവിടുത്തെ നാടക പ്രസ്ഥാനം, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് കാണുകയും ചെയ്തപ്പോൾ ഈ വായനയുടെ താല്പര്യം കുറച്ചുകൂടെ കൂടി. ഉദാഹരണത്തിന് നരേന്ദ്രപ്രസാദ്, കടമ്മനിട്ട, VP ശിവകുമാർ, വിനയേന്ദ്രൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ എപ്പോഴും നമ്മൾ കണ്ടും കേട്ടുമുള്ള കാവാലം, അദ്ദേഹത്തിൻ്റെ നാടക സംഘം, ആ നാടകങ്ങൾ, കഥകളി. ഇവിടെ നിന്ന് താമസിച്ചിരുന്നത് കടമ്മനിട്ടയുടെ കൂടെ ലോഡ്ജിലായിരുന്നല്ലോ? അതെ അതെ അതെ. അവിടെ വെച്ച് ഈ നാടകങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ വായിക്കുന്നത് ഞാൻ കേട്ടു. രാത്രി കവിത, ഞാൻ സച്ചിദാനന്ദൻ്റെ സത്യവാങ്മൂലം എന്ന കവിതയും കടമ്മനിട്ടയുടെ പശുക്കുട്ടിയുടെ മരണം എന്ന കവിതയും സ്റ്റേജിൽ അവതരിപ്പിക്കുമായിരുന്നു. ചൊൽക്കാഴ്ച. ഈ പശുക്കുട്ടിയുടെ മരണം എന്ന് പറയുന്ന കവിത ഒരു വലിയ കയറുമായിട്ട്, അത് പശുക്കുട്ടിയായി അങ്ങനെയൊക്കെ പോകുന്നൊരു നരേന്ദ്രപ്രസാദ സംവിധാനം, സ്വന്തം കയറിൽ സ്വയം ചുറ്റി. അതെ തന്നെ. ആദ്യം നാടകം കാണാൻ, ചില നാടകങ്ങൾ ആദ്യകാലങ്ങളിൽ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ. സന്നിവേശമുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു നടൻ എന്നുള്ള ഒരു കരിയറിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? എന്തായിരുന്നു ചേച്ചിയുടെ സ്വപ്നം? നല്ലൊരു നടനാവുമെന്ന് വിചാരിച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഇഷ്ടമായിരുന്നു നാടകം അഭിനയിക്കുന്നത്? ഇഷ്ടമായിരുന്നു. എങ്കിലും അന്ന് കണ്ടപ്പോ ആ ഒരു തോന്നിയ ഒരു കുറച്ചും കൂടെ ഒന്ന് ആ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഇനി ചിലപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നാടകം കാണുന്നത്. അങ്ങനെ നമ്മുടെ മലയാള നാടക ചരിത്രത്തിന് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കിയ നാടകമാണ്. വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട്. സാധാരണ നാടകം അല്ലല്ലോ അത്. ഈ ബ്രെക്റ്റിന്റെ ഏലിയനേഷൻ ഒരു തിയറി ഉണ്ട് നാടകത്തിൽ, അന്യവൽക്കരണം. അതായത് ഈ കഥാപാത്രത്തിൻ്റെ വികാരവുമായി പ്രേക്ഷകൻ എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അപ്പോൾ അതിനെ മുറിക്കണം എന്നുള്ളതാണ് ബ്രെക്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നാടകം എന്ന് പറയുന്നത് കണ്ട് കരയാനും ചിരിക്കാനും പ്രേക്ഷകന് താതാത്മ്യം പ്രാപിക്കാനുള്ളതല്ല, ഇത് പഠിക്കാനുള്ളതാണ്. അതാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ബ്രെക്റ്റ്. അപ്പോൾ ആ ഏലിയനേഷൻ്റെ സങ്കേതങ്ങളെ നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ ജർമ്മൻ നാടകം കണ്ടിട്ടില്ല. പിന്നെ വായിച്ചും അവിടെ എവിടെയും കേട്ടും മനസ്സിലാക്കിയ ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഈ നാടകം ചെയ്തത്. അത് ചെറുകാടിൻ്റെ നോവലിനെ നാടകമാക്കിയത് ശനിദശ. അപ്പോൾ ഒരു പഴയ തിയറി ഉണ്ടല്ലോ, ഈ കഥാർസ്, അതായത് താതാത്മ്യം പ്രാപിക്കുക, കരയുക, അങ്ങനെയുള്ള. സാറിന് ഇപ്പോഴും അതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണിത്, കഥാഴ്സിസ്. അപ്പോൾ ഇത്, ഞാനൊരു ഇൻസ്പെക്ടറാണ്, വളരെ ക്രൂരൻ. അപ്പം വേഷം എന്ന് പറയുന്നത് ഒരു കാർഡ് ബോർഡ് വെച്ചുള്ളൊരു തൊപ്പി, ഒരു നിക്കർ, ഇടയ്ക്കൂടെ എന്തോ ഒരു തുണി കൊണ്ടുള്ള ഒരു റോസ് ബെൽറ്റ് പോലുള്ള സജഷൻ, വളരെ സജസ്റ്റീവാണ്. പക്ഷേ ശാലം കഴിയുമ്പോഴത്തേന് ഇയാൾ ഈ രംഗത്ത് കാണിക്കുന്ന ക്രൂരത കണ്ടിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞ് കയറി ഒരു അടിയണമെന്ന് തോന്നിയത് എൻ്റെ ഒരു സുഹൃത്ത്. പിന്നെ തോന്നിയത് നാടകമാണല്ലോ. അതാണ് ബ്രെക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിപ്പൾസീവ് ആവുന്ന, അല്ലെ ഇത് സഹിക്കാൻ വയ്യാന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് പറയും, നീ എന്തിനാണ് സഹിക്കാൻ, നാടകമല്ലേ ഇത്. ഒരു നിമിഷമെങ്കിലും തോന്നിയോ ഈ റോൾ അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നോ? നാടകമല്ലേ. ഈ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ചിലതിലൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പേടിയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത്രയും ക്രൂരത വേണ്ട, പഞ്ചാഗ്നിയിലെയൊക്കെ കഥാപാത്രത്തെ ഇത് കാണുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ പാടവത്തെയാണോ നോക്കുന്നത്, അതോ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ ആൾക്കാർ എങ്ങനെ കാണും, ഇതിനെയാണോ? എങ്ങനെയാണ് ടീച്ചറുടെ മനസ്സിലെ ചിന്തകൾ? അഭിനയത്തിൽ തന്നെയാണ്. മോക്ക് അച്ഛൻ്റെ ഏത് റോളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അച്ഛൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടം. എന്നാലും
അതിനകത്ത് എന്ത് നല്ലൊരു അച്ഛനല്ലേ. അതേപോലെയല്ലേ മോളുടെ അച്ഛൻ ശരിക്കും ദേഷ്യപ്പെടുവോ? ഞങ്ങൾക്കൊക്കെ കുറച്ച് പേടിയുണ്ട്. മോക്ക് പേടിയുണ്ടോ? ഒട്ടുമില്ല, കുറച്ചെങ്കിലും. വഴക്ക് പറയോ പഠിച്ചില്ലെങ്കിൽ? മോള് നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ ആദ്യ ക്ലാസ്സിൽ നാടകം അഭിനയിച്ച 4ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. മോളോ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ലേ? ഒരു ഡാൻസ് നടത്തിയതിന്റെ ഒരു ചെറിയ ഒരു മെമന്റോ കിട്ടിയിട്ടുണ്ട്. അതപ്പോ എന്റെ അവാർഡുകൾ വെച്ച് എന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഡാൻസ് പഠിക്കുന്നുണ്ടോ മോള്? ചെറുതായിട്ട് വെക്കേഷന് പോകുന്നുണ്ട്. സാറേ, കേശവപിള്ള സാർ എന്നൊരു സാറ് താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ? കേശവപിള്ള സാർ എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛനാണ്, ബന്ധു തന്നെയാണ്. ബന്ധുവാണ്. ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൻ്റെ മാനേജരും പിന്നെ പുള്ളി ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. പുള്ളി 70s തോന്നുന്നു പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് അധ്യാപകനുള്ള. അവരുടെ തലമുറയാണ് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് നാടകം കൊണ്ടുവന്നത്, വായനശാല തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു തലമുറ അവരുടേതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതിൻ്റെ പിന്മുറക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വല്യച്ഛന് കുറേ നല്ല പ്രായമായി. ഇപ്പോൾ ഞാൻ ലങ്കാലക്ഷ്മി കൊല്ലത്ത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നല്ല പ്രായം എന്ന് പറഞ്ഞാൽ 80 വയസ്സ് കൂടുതലായി. 50 വയസ്സ് കൂടുതലായി കാണുമെന്ന് എൻ്റെ വിചാരം. പുള്ളി ഇവിടെ നാടകം കാണാൻ വന്നിട്ട് എന്നോട് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി അവാർഡ് കിട്ടുമ്പോൾ വിളിക്കും. എന്തായിരുന്നു അദ്ദേഹം തന്ന അഭിനന്ദനം? അപ്പോൾ വളരെ സന്തോഷമല്ലേ ഇതൊരു നാട്ടിൻപുറമാകുമ്പോൾ എല്ലാവരുടെയും. ഇപ്പം നാട്ടിൻപുറത്ത് ഞാനൊരു വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് എനിക്ക് എൻ്റെ നാട്ടിൻപുറത്തെ ജീവിതം. അതായത് അവിടെ എനിക്കറിയാൻ വയ്യാത്ത ഒരു വീടില്ല, ഞങ്ങളുടെ വാർഡിൽ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയില്ല. ഇപ്പം കുട്ടികളെയൊന്നും ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. മറ്റേത് ഇലക്ഷൻ വന്നാൽ ഇലക്ഷൻ പ്രവർത്തനം ഫുൾ ടൈം, ഉത്സവം വന്നാൽ ഉത്സവ കമ്മിറ്റി ഫുൾ ടൈം, കുതിരയെടുക്കാനും എല്ലാ കാര്യത്തിനും. ഓണമാണെങ്കിൽ വായനശാല ഒരു നാടകമാണ്, പിന്നെ അതിൻ്റെ പിരിവ്. അപ്പം ഇത് ഞാൻ മാത്രമല്ല, ആ ഗ്രാമത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അതായിരുന്നു അന്ന്. അവിടുത്തെ ആൾക്കാരുടെ പരാതി, ഇന്ന് താങ്കൾ ഈ തിരക്കുള്ള നടനായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് എത്തുന്നില്ല, അവിടുത്തെ ആൾക്കാർക്ക് പരിചയമില്ല. പരാതി ഉണ്ടെന്നോ? പരാതി ഉണ്ട്. ആര് പറഞ്ഞു? ഇന്നും പറയുന്നു, ഗ്രാമത്തിലുള്ളവർ തന്നെ. ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഉത്സവത്തിന് സ്ഥിരമായിട്ട് പോവും, പിന്നെ ഓണത്തിന് പോവും. പിന്നെ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ തൊഴിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹൈദരാബാദിൽ പോയി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മദ്രാസിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് പിന്നെ വേറെടുത്ത് പോകണമെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല. എന്നാലും മിസ് ചെയ്യുന്നുണ്ടോ നാടിനെ? അങ്ങനെ മിസ് ചെയ്യുന്നില്ല എനിക്ക്, ഇല്ല. പിന്നെ മുമ്പത്തെ ഇപ്പം നാട്ടിൽ ഇപ്പം ചെന്നാലും നമ്മളവിടെ ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എപ്പോഴും അമ്പലത്തിലോ അല്ലെങ്കിൽ ആളുകളെ കണ്ടോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്നുള്ളത്. ഓണത്തിന്റെ കാര്യം എങ്ങനെയായിരുന്നു നാട്ടിലെ ഓണം? കുറച്ചൊരല്പം പ്രേമം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അല്ല, മുറപ്പെണ്ണ തന്നെ ആകുമ്പോൾ അല്ല, നമുക്കൊരു സാധാരണ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ കൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അനുഭവിച്ചിട്ടേ. ഒരു വീട്ടിൽ തന്നെയാണ് താമസം. അങ്ങനെ ഒരു ഒളിച്ച് നോക്കുക അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കുക അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇല്ലായിരുന്നു. അത് പിന്നെ മാത്രമല്ല, അത് ഇറ്റ് വാസ് ആൻ ആൾമോസ്റ്റ് അപ്രൂവ്ഡ് അഫെയർ ബൈ എവരിവൺ. കുടുംബത്തിലെല്ലാവരും ഇത് അംഗീകരിച്ചിരുന്ന ഒരു ബന്ധമായതുകൊണ്ട് ഒരിക്കലും അതിൽ കടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓണത്തിനുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ, വളരെ കുട്ടിക്കാലത്താണെങ്കിൽ വള്ളികൾ നോക്കി പോകും. കാട്ടിലൊക്കെ പോയി വള്ളി വെട്ടിക്കൊണ്ടുവന്ന് കുഞ്ഞാലിട്ട് ആടുക, കരടി കിട്ടുക. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നാടകം. അങ്ങനെ ഈ നാടകങ്ങൾ ചെന്ന് നമ്മൾ റിയലിസ്റ്റിക് നാടകങ്ങൾ കഴിച്ചിട്ട് വായനശാല ഭാഷ കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റൈലിയസ് നാടകങ്ങളിലേക്ക് പോയല്ലോ, നരേന്ദ്രപ്രസാദ് കൂടെ ആയപ്പോൾ. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും റിയലിസ്റ്റിലേക്ക് തിരിച്ചു പോയി. ഇത് എപ്പോഴെങ്കിലും ഒരു ചേരായിക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓരോ സ്റ്റേജിലും വരും. അതായത് ഒരു തീരെ ശിക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നാടകം കളിച്ചിട്ടുള്ളത് ഞങ്ങൾ. അപ്പം സ്റ്റേജ് എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ അതിൻ്റെ ഒന്നും അറിയില്ലല്ലോ. 2 ലൈറ്റ് വെക്കും, പ്രോംപ്റ്റർ ഉണ്ട്, പുള്ളി പറയും, നമ്മൾ ഏറ്റു പറയും, നാടകം നന്നായി നാളിൽ പറയാം, അല്ലാതെ വേറെ യാതൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ശരിക്കും തിരുവനന്തപുരത്ത് ഈ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു നാടക ക്യാമ്പിലാണ് ഞാനിത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം വരുന്നത്. അപ്പോൾ അന്ന് വരെ ധരിച്ചിരുന്നത് മുഴുവൻ തെറ്റാണെന്ന് അപ്പോൾ ബോധ്യമായി. പിന്നെ ശരി ഏതാണെന്ന് അന്വേഷിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു നടനാവുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമ്മുടെ ബ്ലോക്സ് അതിനെ ഓവർകം ചെയ്യുക ഒരുപാട് പ്രശ്നമുണ്ട്. അങ്ങനെ നാടകത്തിൽ വന്നിട്ട് സാധാരണ പെരുമാറ്റത്തിനൊക്കെ അപ്പുറത്തുള്ള, ഇപ്പം രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവണ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതേസമയം ഞാൻ എന്ന് പറയുന്നിടത്ത് വരുന്ന ഒരു ചെറിയ എലിമെൻ്റ് ഓഫ് സ്റ്റൈലൈസേഷൻ നാടകത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുതിയതിലേക്ക് പറിച്ചു നടാൻ വരുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ അതുമായിട്ടങ്ങ് ചേരുക.
സിനിമയിലേക്ക് ചെല്ലുമ്പോഴും ഈ പ്രശ്നമുണ്ട്. ആദ്യമൊക്കെ നാടകത്തിൽ ഉറച്ചുപോയി വളരെ കണ്ടീഷൻഡ് ആയ ഒരു നടൻ അതിൽ നിന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സോഫ്റ്റായിട്ട് സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഓവറായി പോകുന്നു. ഓവറായി പോകുന്നതല്ല, മറ്റേടത്ത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ മുമ്പിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതാവുന്ന ധാരണയില്ല. പിന്നെ ഈ മീഡിയ നമ്മൾ മനസ്സിലാക്കുക പെരുമാറാനായിട്ട്. അന്ന് പഞ്ചാഗ്നിയിൽ അഭിനയിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഞ്ചാഗ്നി മാത്രമല്ല, അതിൽ 4-5 പടങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ലുക്ക് കൊടുക്കുന്നത്, അതിന്റെ എക്സ്പ്രഷന്റെ കൂടുതലായി ആദ്യ സമയം പ്രശ്നമാണ്. പക്ഷെ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. പിന്നെ നമ്മുടെ ഈ മീഡിയത്തിൽ ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലോസപ്പ് വെക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ഒരു ധാരണ. അപ്പോൾ ഏത് ലെൻസാണെന്ന് ഇയാൾ അറിയേണ്ട കാര്യമില്ല, നടൻ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ക്യാമറയുടെ ഒരു പ്രോക്സിമിറ്റി, അതിൻ്റെ ലുക്ക്, അതുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾക്ക് തോന്നും. സ്റ്റേജിൻ്റെ കൂട്ട് രാധാകൃഷ്ണൻ പറഞ്ഞത് ഈ കുറേ നാളിങ്ങനെ ഇപ്പോൾ നമ്മൾ സിനിമാ നടൻ്റെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സ്വയം ആവർത്തനം എന്ന് പറയുന്ന സംഗതിയാണ്. സ്വന്തം രീതിയെ ആവർത്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എല്ലാ നടനും ഉണ്ട്. മാനറിസം വന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. കാരണം അത് അവരുടെ കുറ്റപ്പെടായിട്ട് കാര്യമില്ല. അതാണ് വേണ്ടത്. ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നു, നമുക്കറിയില്ല. ജനമൊന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു, അതിൽ ചിലർ പറയുന്നു കാരിരുമ്പിന്റെ കരുത്താണ്, ചിലർ പരിക്കനാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത്ര നല്ലവനാവണ്ട ഒരു പന്ന കഥാപാത്രം ചെയ്യാൻ. അങ്ങനെയുണ്ടല്ലോ, അതൊരാശ്വാസം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ എനിക്കുണ്ടായൊരു ഭാഗ്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു ചിത്രമെങ്കിലും ഒരു 10-12 വർഷമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിയാണ്, ഉണ്ട്. കാരണം എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് 1990-ലാണ്. സഹനടനുള്ളത്. പിന്നെ ഒരു 2 വർഷം കൂടുമ്പോൾ ഈ അവാർഡിൻ്റെ പരിസരത്തെങ്കിലും എൻ്റെ പേര് പറയപ്പെടുന്ന ഒരു ഭാഗ്യം എനിക്കും. അത് ഈ പ്രോജക്റ്റുകളുടെയാണ്. 92-ൽ ആധാരത്തിന് നല്ല നടൻ കിട്ടി. 94-ൽ എൻ്റെ ഏതൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. 96-ൽ നല്ല നടൻ കിട്ടി. 98-ൽ കിട്ടി. 2001 കിട്ടി. 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഇതിനോടൊന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം പ്രോജക്റ്റിൽ അഭിനയിക്കുക മാത്രമാണ് ഒരു നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുക. ഇത് ഈ താങ്കളെ കാണുന്ന ഓരോ നിമിഷം എൻ്റെ മനസ്സിൽ വരുന്ന ചമയത്തിലെ കഥാപാത്രമാണ്. ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല ആ കഥാപാത്രം. നാടകക്കാരനും കൂടിയാണ് കഥാപാത്രം. അത് ശരിക്കും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഓരോ മുഹൂർത്തവും, പിന്നെ മനോജ് കെ ജയനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, ഇത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, ഞാൻ ഒരു തട്ടകത്തിൽ തന്നെ എൻ്റെ ജീവൻ പോകണം എന്നാണ് എന്തൊക്കെ പറയുന്നത്. ശരിക്കും താങ്കളുടെ മനസ്സിൽ ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവും. എങ്ങനെയായിരുന്നു ഭരതനുമായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ച? താങ്കളുടെ മനസ്സിലൂടെ അത് വളർന്നത് എങ്ങനെയാണ്? ആശാന് എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന മാക്സിമം ഡെഡിക്കേഷനാണ് കഥാപാത്രത്തിലേക്ക്. അപ്പോൾ ആ സമയം ദേഷ്യമൊക്കെ വരും ഭയങ്കരമായിട്ട് ദേഷ്യം. കാരണം നമ്മൾ എനിക്ക് പലരും പറയുന്നത് അങ്ങനല്ല, അതിനോട് ഒരു മാക്സിമം നന്നാക്കാൻ എങ്ങനെ പറ്റുമോ അതിനുള്ള പരിശ്രമമാണ് ആ സമയത്ത്. അപ്പോൾ ഒരു ചെറിയ ശബ്ദം വന്നാൽ പോലും ഞാൻ ഇറിറ്റേഷൻ വരും. ഭരതേട്ടനുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു എനിക്ക്. മാത്രമല്ല എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു ഡയറക്ടറാണ് പുള്ളി. കലയുടെ വിവിധ മേഖലകൾ അദ്ദേഹത്തിന് തിട്ടമായിരുന്നു. ചിത്രകല, ഇപ്പം കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അമരം എന്ന് പറയുന്ന പടത്തിനകത്ത് വെറും ഈ സാധാരണ തുണിയാണ് നീല, അത് പക്ഷേ ആ പടം കാണുമ്പോൾ ശില്പകല, സംഗീതം, പിന്നെ ചിത്രം, ഇതെല്ലാം വശമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, വെങ്കലം എന്ന സിനിമയ്ക്ക് ഞാനൊരു ശില്പിയൊന്നും അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ പുള്ളി പറയും, ഈ ശില്പികൾ സാധാരണ കണ്ണുകൊണ്ട് അവർ കാണുന്നുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് വിരൽ കൊണ്ടാണ്. ഇപ്പം ഒരു ശില്പം ഒരാളുടെ കയ്യിൽ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ഒരു ഫ്ലോ പോലെ അവരത് കൈകൊണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണം എന്ന് പറയുമായിരുന്നു. ഫസ്റ്റ് നൈറ്റുമായിട്ട് വേറെ തരത്തിന് ബന്ധം കണക്ട് ചെയ്യുന്നുണ്ട്. വേറെ അയാളുടെ വൈഫിൻ്റെ സ്ട്രക്ചർ അയാളെ അതുണ്ട്. പിന്നെ ശരിക്കും താങ്കളുടെ മനസ്സിൽ ആ കഥാപാത്രത്തിനെ എങ്ങനെ വളർത്തണം അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഭരതൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലെ. ഈ കഥാപാത്രത്തിന്റെ ഒരു എലുക ലോഹിയും
ഭരതനോട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നെ നമ്മുടേതായ ഒരു വർക്കപ്പ് ഉണ്ട് ഇതിനകത്ത്. അത് വളരെ ഇന്റേണലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുക. അത് എത്രയാ അത് അതിന് സമയം മുഴുവൻ സമയം അതിന്റെ ചിന്തകളിലായിരിക്കും. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബാക്കി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇത് തന്നെയാവും. അങ്ങനെയാണോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിന്റെ അതങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല. ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ എല്ലാ കഥാപാത്രത്തിനും ബാധകമല്ല. ഇപ്പം മുരളി എന്നുള്ള ഞാൻ നാളെ ശിവശങ്കരൻ എന്നോ തോമസ് കുട്ടി എന്നുള്ള പേരിട്ടിട്ട് യാതൊരു വ്യത്യാസമില്ല ഇതുപോലെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് ഒരു വേഷമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു ശരീരഭാഷ ആവശ്യപ്പെടുന്ന ഒരു അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഉള്ള ഒരു കഥാപാത്രം. കണ്ടന്റ് അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കോമ്പിനേഷൻസ്. പിന്നെ ഇത് വാചകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ മോഡുലേഷൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ പുള്ളി എന്നോട് പറയുമായിരുന്നു ഈ അഗണി ആൻഡ് എക്സ്റ്റസി എന്നൊരു പുസ്തകമാണ്. അഗണി ആൻഡ് എക്സ്റ്റസി നോവൽ. അപ്പോൾ ഈ അഗണി ആൻഡ് എക്സ്റ്റസി ഒരു കലാകാരൻ്റെ ജീവൻ തന്നെയാണ്. അഗണി എന്ന് പറയുന്നതിൻ്റെ ക്രിയേഷൻ സമയത്തുള്ള പെയിനാണ്. അതിൻ്റെ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ആക്ടർക്കായാലും ആർക്കായാലും ഈനോ. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഉന്മാദത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അത് ഒരു വളരെ വിജയത്തിലെത്തുന്ന ഒരു കലാകാരനുണ്ടാകുന്ന സംഗതിയാണ് ഈ ഉന്മാദം. പക്ഷെ അത് കൂടുതൽ നിൽക്കില്ല, അവൻ വീണ്ടും താഴെ വീഴും. കാരണം എന്താണ്? അവൻ അടുത്ത് ചെയ്യണം. ഈ ഒന്നിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനേക്കാളും മെച്ചമായ ഒന്ന് ചെയ്യണം. അത് ശില്പിക്കാനും ആർക്കായാലും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ നൈരന്തര്യമാണ് ഈ കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കുന്നുണ്ടോ താങ്കളുടെ? ഉണ്ട്. ഇപ്പൊ ലങ്കാലക്ഷ്മി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഇന്റർവ്യൂവിലും പറയുന്ന ഒരു സംഗതി, സിനിമാ നടൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അപ്രോച്ച് വരരുചിയെ പോലെയാണെന്നാണ് ഞാൻ പറയാറുള്ളത്. മക്കളുണ്ടാവുന്നു, അതവിടെ ഉപേക്ഷിക്കുന്നു, പിന്നെ അത് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ഞാൻ ഇതുവരെ എത്ര സിനിമയെ അഭിനയിച്ചു, അല്ലെ ഏതാ കഥാപാത്രം, അതിനെക്കുറിച്ച് ആലോചിക്കാറിയില്ല. വാസ്തവത്തെ ഒരു പോസ്റ്റ്മോർട്ടം ഒരു ബോറടിപ്പിക്കുന്ന ഒന്നായിട്ട് തോന്നുന്നുണ്ടോ? ഏത് ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അങ്ങനെയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലേ? അത് കഴിഞ്ഞല്ലോ, പിന്നെ കഴിഞ്ഞില്ല. ഇനി ഒന്നും പറഞ്ഞു. ഇത് സിനിമയുടെ കാര്യമാണ്. അതേസമയം നാടകത്തെക്കുറിച്ചാണെങ്കിൽ ഇത് റിപ്പീറ്റിംഗ് ആയിരുന്നു. ഇത് റിപ്പീറ്റിംഗ് ആണ്. അതൊരു ഭൂതാവേശമാണ്. ഇപ്പോൾ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം രണ്ടാമത് ഞാൻ തീരുമാനിച്ചപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഞാൻ അതിനകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നു, ഇത് തന്നെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് പോകുന്നു. വൈകുന്നേരം കൃത്യമായിട്ട് റിഹേഴ്സലിന് പോകും. ചിലപ്പോൾ സിനിമയ്ക്കാണ് ചിലപ്പോൾ താമസിച്ച് ഷൂട്ടിങ്ങിന് പോകും. നാടകത്തിനകത്ത് അങ്ങനെയല്ല, കറക്റ്റായിരിക്കും. ആ സമയത്ത് അവിടെ എത്തിയിരിക്കും. അതിൻ്റെ മാജിക് ഒന്നും വേറെയാണ്. അതെപ്പോഴും മനസ്സിലാണ്. ഇത് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നടക്കുന്ന ഈ തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചെന്നാൽ ചിലപ്പോൾ ചൂടാവും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഉണ്ട്. എങ്ങനെയാണത് അദ്ദേഹത്തിന് അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മാനറിസംസിലാണോ അതോ ഒരു വേറൊരു കണ്ണിലൊരു എക്സ്പ്രഷൻ്റെ ഡിഫറൻസ് ആണ്? എന്താണ്? പ്രത്യേകം ദേഷ്യം കാണിക്കും. അല്ലാതെ എനിക്കറിയാം, നാടകമൊക്കെ ആയപ്പോൾ അത് വായിക്കുകയും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ശല്യം ചെയ്യാറില്ല. മോൾക്കാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അത്? അപ്പോൾ രണ്ടുപേർക്കും അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അച്ഛൻ ആ നാടകം ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയുള്ള അച്ഛൻ്റെ പ്രത്യേകതകൾ? ടെൻഷനായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നേ ഇല്ലല്ലോ. എവിടെ ടെൻഷൻ ഉണ്ടോ അച്ഛന്? ഉണ്ടായിരുന്നു അല്ലേ, നന്നാക്കണം എന്നുള്ള. 18 വർഷം മുമ്പ് ലങ്കാലക്ഷ്മി ചെയ്യുമ്പോൾ ഇവിടെ ഈ ആയുർവേദ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ചെയ്യുന്നത്, ഓപ്പൺ എയറിലാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് 2 മണിക്കൂറൊക്കെ ആയിട്ടാണ്. വളരെ സ്ട്രെയിൻ എടുത്ത് ഒരു വലിയ ഫുൾ ലെങ്ത് പ്ലേ ആയിട്ട് ചെയ്തതാണ്. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വെച്ച് വളരെ രസകരമായി ചെയ്ത ഒരു വലിയ പരീക്ഷണമായിരുന്നു പാർവതി. അത് രസകരമായ പരീക്ഷണമായിരുന്നു. അന്ന് ഈ രാവണനെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഒരുപാട് കലാശങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് പ്രവേശിക്കുന്നതിന് എങ്ങനെയൊക്കെയാണുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് 1 മണിക്കൂർ 10 മിനിറ്റായിട്ട് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് വിളിച്ചത് ഫീൽ ചെയ്തത്? ഭയങ്കര വ്യത്യാസം വന്നു. അത് എനിക്കിത് ഒരു കൃത്യമായ കാര്യകാരണ ബന്ധമൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു അതിലത്തെ പ്രശ്നം. ഇതിൻ്റെ ഒരു നിമിത്തമായത് അയ്യപ്പണിക്കർ സാറാണ്. CN ദിനത്തിന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 2 പാസേജ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതി ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എങ്ങനെ ചെയ്യും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ആധികാരികമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും മുദ്രകൾ അറിയില്ലെങ്കിലും കഥകളിയും കൂടിയാട്ടവും കണ്ടതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടെനിക്ക്. അമ്മൂമ്മയുടെ കൂടെ പോയി കണ്ട അല്ല, അതിനുശേഷം തിരുവനന്തപുരത്തോട്ട് ഞാൻ കൃഷ്ണനാരാശാൻ്റെ, ഗോപിയാശാൻ്റെ, കോട്ടയ്ക്കൽ ശിവരാമനാശാൻ്റെ അവരുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അവരുടെ ഏറ്റവും ഉജ്ജ്വലമായ വേഷങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതുപോലെ കൂടിയാട്ടവും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും പ്രധാന സംഗതി കൂടിയാട്ടം കാണുക എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടത് മനസ്സിലാക്കണം. അങ്ങനെയാണ് അതിൻ്റെ
അതേപടി ഇത് ആവർത്തിക്കാനല്ല ഇത്. അതിൻ്റെ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനെയും ധൈര്യമായിട്ട് നേരിടാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ വിളക്കിനെ നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ലങ്കാലക്ഷ്മി ചെയ്തപ്പോൾ ഉള്ളൊരു സംഗതിയാണ് ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ വിളക്കിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾക്ക് സീതയോടുണ്ടാവുന്ന വളരെ ഉത്കടമായിട്ടുള്ള ഈ വികാരങ്ങൾ ഇയാൾ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുകയാണ്. ഒരു വാചകം മാത്രം പറയാം, അത് പ്രേക്ഷകർക്ക് അപ്പം മനസ്സിലാവും ഇത് സീതയാണ്. അതുപോലെ മണ്ഡോദരി അപ്പുറത്ത് വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ സ്ട്രക്ചർ മാറ്റേണ്ടി വന്നു. അപ്പോൾ ലങ്കാലക്ഷ്മിയുടെ ഘടനയിൽ എൻ്റേതായ ഒരു മാറ്റം വരുത്തുകയും അതേസമയം ഒരക്ഷരം പോലും സീൻ എഴുതിയതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടേ ഇല്ല. ഒരക്ഷരം പോലും കൂട്ടിച്ചേർത്തില്ല, സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു മാറ്റം? അതിൻ്റെ പ്രത്യേക സിറ്റുവേഷൻ ഇത് തുടങ്ങുന്നു. രാവണൻ ഇരിക്കുന്നു സിംഹാസനത്തിൽ. രാവണന് യാതൊരു സംശയവുമില്ല വിജയത്തെക്കുറിച്ച്, കളിയാക്കുകയാണ് ബാക്കി. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക ഇപ്പോൾ കുറച്ച് കളരി ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ആദ്യം കളരി പോയിട്ടാ. അപ്പോൾ ഈ കൂടിയാട്ടത്തിലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം ശിവനായിട്ടിരിക്കുന്ന ഒരു മുദ്ര കാണിച്ചിട്ട് ശിവനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ശിവനിൽ നിന്ന് പാർവതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ തുണിയുടെ ഒരു അറ്റം ഇങ്ങനെ മാറ്റി ആ ഇരിക്കുന്നതിൻ്റെ ഒരു ഇതും നോട്ടത്തിൻ്റെ ഒരു ഇതും വരുമ്പോഴത്തേന് ആ കഥാപാത്രം പാർവതിയാകും. അതാണ് പകർന്നാട്ടം എന്ന് പറയുന്നത്. ഒരാൾ പലതായി പകരുക. ആ ഒരു സങ്കേതമാണ് അതിൽ ഉപയോഗിച്ചത്. അതിനകത്തിപ്പോൾ രാവണനുണ്ട്, കുംഭകർണനുണ്ട്. കുംഭകർണനെ അവതരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇയാൾക്ക് ഉറക്കം തൂങ്ങിയാണ്, ആജാനബാഹുവാണ്, ഇതെങ്ങനെ അവതരിപ്പിക്കും? അപ്പോൾ അതിന് വേറൊരു സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ അമ്പലത്തിലെ കൊടിമരം പോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇയാൾ അതിനകത്തേക്ക് കയറി. അത് തന്നെ പിന്നെ നികുംബിലയാവുന്നു. അതങ്ങനെ പറഞ്ഞാൽ അത് കണ്ടാലേ അത് ശരിയാവും. പക്ഷെ ആ നാടകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം അതായിരുന്നു. ആ കുട കൊണ്ട് ആ കുട ഉറക്കറയും നികുംബലയും ഒന്നിച്ച് ആയി മാറുന്നൊരവസ്ഥ അതിമനോഹരമായിരുന്നത്. പിന്നെ പലതും ഉദാഹരണത്തിന് ഇയാൾ വാള് കാണുമ്പോൾ ഇയാളുടെ ഒരു പെരുക്കലുണ്ട്. ആ പെരുക്കൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ലവണാസുരവാദത്തിൽ ഹനുമാൻ്റെ ഒരു പെരുക്കലുണ്ട് ചെയ്യുന്നത്, വിശ്വരൂപം കാണിക്കുന്നത്. അത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പെരുകയാണ് ഇയാൾ. പിന്നെ ഈ ഭാര്യയ്ക്കും കാമുകിക്കും ഇടയ്ക്കുള്ള ഇയാളുടെ ഒരു പിടപ്പുണ്ട്. മണ്ഡോദരി ഊത്തേറ്റ് കിടക്കുന്നു, സീത ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്കുള്ള ഈ നോട്ടങ്ങളും അതൊക്കെ കഥകളി അതുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദിവസവും ഞങ്ങൾ റിഹേഴ്സലിന് ഒത്തുകൂടും. ഞാനും ചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക്, സുനിൽ. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് വരിക. അത് എങ്ങനെ അതിൻ്റെ ഒരു ടോട്ടൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങളോടും പറയാൻ പറ്റില്ല, ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. കാരണം വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് പോരും, രാത്രി ചെല്ലും. അതിനകത്ത് മുരളിയേട്ടൻ ശബ്ദത്തിന്റെ സാധ്യതകളും ഉപയോഗിച്ചിരുന്നു. ഉണ്ടായിരുന്നു. കൂർക്കമ്പലിയും ശ്ലോകവും. അപ്പോൾ അത് ഒരു ആക്ട്രസ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്ലേ തന്നെയാണ്. പിന്നെ വേറൊന്ന്, ഈ 18 വർഷത്തിന് മുമ്പ് 10-25 പേരുള്ളൊരു നാടകസംഘം ചെയ്യുമ്പോൾ രാവണനായിട്ട് അഭിനയിക്കുന്ന എനിക്ക് ശ്വാസം വിടാനുള്ള സമയം കിട്ടും. മറ്റേ കഥാപാത്രം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത്രയും സമയം നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സംഗതികൾ നടന്നു പോകുമല്ലോ. ഇതിലൊരു സെക്കൻഡ് കിട്ടില്ല. നീ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ 1, 2 എന്ന് പറയുമ്പോൾ അടുത്ത ക്യാരക്ടറായി മാറണം. അപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ബോഡിയും ശബ്ദവും മനസ്സും വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു സെൽഫോൺ നിർബന്ധമായി ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ശീലമായിട്ടുണ്ട്. പിന്നെ ബഹളങ്ങളുണ്ടാവരുത്, കാരണം അപ്പോൾ അത് കോൺസെൻട്രേഷൻ. ഒരു സെക്കൻഡ് പോലും ഇതിനു വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ്, അതായത് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? പാർവതി വലിയ പ്രശ്നത്തിൽ അങ്ങനെ ചില സിനിമയിലെ ഒരു ജീവിതശൈലി വളരെ വ്യത്യാസമാണ്. അപ്പോൾ അത് പിന്നെ ഇത്രയും നാളെ സിനിമയുടെ ഒരു സെറ്റിലെയും അവിടുത്തെ ഭക്ഷണ രീതിയുടെയും ബഹളത്തിൻ്റെയും ഉച്ചയുടെയും ഒക്കെ ഒരു ലോകത്ത് നിന്ന് വീണ്ടും ആ ഒരു ഇത്രയും കോൺസെൻട്രേഷനുള്ള ഒരു ലോകത്തേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരാളിൻ്റെ സ്വകാര്യ ലോകം സൂക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അത് ബാക്കി എന്ത് പണം ഉണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിക്കുക. അപ്പം ചെറിയ ചില വ്യായാമ പദ്ധതികൾ ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. അതുപോട്ടെ, അവിടെ നിൽക്കട്ടത്. ഇല്ല, എൻ്റെ വെബ്സൈറ്റിലുണ്ട് ഞാൻ ചെയ്യുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുന്നതിൻ്റെ അതിപ്പോഴൊന്നുമല്ല, പണ്ട് തുടങ്ങിയതാണ്. സിനിമയിൽ ഇതുപോലെ ഇത്രയേറെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു വിളിച്ചത്? അതായത് സിനിമയിലെ ഈ വെട്ടിയൊക്കെ ആയതുകൊണ്ട് നൈരന്തര്യത്തിൻ്റെ പ്രശ്നം നമുക്ക് ഒരുമിച്ചില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ, പക്ഷേ സട്ടിലിറ്റീസിൻ്റെ കാര്യത്തിൽ വലിയ ഇങ്ങനെ ഹോണ്ട് ചെയ്ത ഒരു കഥാപാത്രം നെയ്ത്തുകാരനിലെ മപ്പ മിനിസ്റ്റർ പോലെയോ ലങ്കാലക്ഷ്മി പോലെ എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നുമില്ല, തോന്നുന്നില്ല. ഈ ലങ്കാലക്ഷ്മി ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇനി അടുത്തത് എന്നുള്ള ഒരു തെരച്ചിലാണെന്ന് തോന്നുന്നു. ഇനി പുതിയതൊരെണ്ണം ചെയ്യണം.
ഇതൊക്കെ അങ്ങ് സംഭവിക്കുകയല്ല. എനിക്ക് അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിങ് ഇപ്പം 2003 ഒരു നാടകം ചെയ്യാൻ അങ്ങനെ അല്ല തോന്നിയിട്ടില്ല. എന്നാ ഒരു സമയപരിമിതിയല്ല, ഒരു പുതിയത് വേണം, ഇനി ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ഉള്ള സാധ്യതയുള്ള മനസ്സിൽ ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്കുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മോശപ്പെട്ട സംഘാടകനാണ്. എനിക്ക് അത് പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിവിടെ കൺവിൻസിങ് ഒരാൾ ഡയറക്റ്റ് ചെയ്യാനും എൻ്റെ സംവിധാനങ്ങളൊക്കെ നോക്കാൻ വേണം. അതൊക്കെ ഒത്തുകിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടായിരിക്കും ഒറ്റയ്ക്ക് ഇത് ചെയ്തത്. എങ്കിലും ചെയ്യാൻ ആഗ്രഹമില്ല. ആഗ്രഹമുണ്ട്. പിന്നെ എത്രയോ നാടകങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇഡിപ്പസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഊരുഭംഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കർണഭാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളാണിതൊക്കെ. ആഗ്രഹിക്കുന്നതിന് പാരുടെയും സമ്മതം വേണ്ടല്ലോ. ഈ കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ചെന്നുപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ലോകമല്ലേ? അത് മുന്നോട്ട് എങ്ങനെയായിരുന്നു അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ? കമേഴ്ഷ്യൽ സിനിമ ലോകം എന്ന് പറയുന്നത് താരതമ്യേന മറ്റ് സിനിമാ ലോകങ്ങളെക്കാൾ ഭേദമാണ്. അത് ശരി. കാരണം അവിടെ മറ്റ് സിനിമ ലോകം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ചിലപ്പോൾ ചില ആർട്ട് പടം ചിലത് ചിലതെന്ന് പറയാൻ പ്രത്യേകം അടിവരയിട്ടാ പറയുന്നത്. ചിലത് ഇതെന്താ എടുക്കാൻ പോകുന്നതെന്നോ എന്താ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നോ അഭിനയം എന്ന് പറയാൻ എന്താണെന്നോ ക്യാമറ എന്ന് പറഞ്ഞ യാതൊരു പിടിയില്ലാത്ത ചില ബുദ്ധിപ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതിലൊക്കെ കട്ടകാലത്തിൽ നിന്ന് വീണിട്ടുണ്ട്. അവിടെ എങ്ങനെ പ്രാവിക്കൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും പണ്ടാരം തീർത്തിട്ട് ഓടാൻ തോന്നും. പക്ഷേ ഞാൻ പ്രധാനമായി വ്യാപരിക്കുന്ന പൊതുധാരാ സിനിമയെക്കുറിച്ച് എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം എനിക്ക് എൻ്റെ ജീവിതവും എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു വലിയ സംവിധായകൻ തിയോ ആഞ്ചലോ പൗലോ എന്ന് പറയുന്ന ഗ്രീക്ക് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്, പുള്ളി ആദ്യത്തെ സിനിമകളൊക്കെ പുതുമുഖങ്ങളെ വെച്ചും ഒക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി അത് കഴിഞ്ഞിട്ട് ഈ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വിളിച്ചു. പൊതുധാരാ സിനിമയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. ഗുഡ് റിസൾട്ടിന് പുള്ളി കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിക്കുന്ന ഓരോ പടവും എനിക്ക് അടുത്ത പടത്തിലേക്ക് കയറാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ്. ഇപ്പോൾ പഞ്ചാഗിനി അഭിനയിക്കുമ്പം ലൈറ്റ് എന്താണ്, ക്യാമറ എന്താണ്, ഇത് എവിടെ വെച്ചിട്ട് ഒന്നും അറിയില്ല. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ സ്വച്ഛതയായിട്ട് തഞ്ചത്തിൽ, അത് അടൂർ സാർ എപ്പോഴും പറയുന്നൊരു വാക്ക് നമ്മൾ അഭിനയിപ്പിക്കുമ്പോൾ ഇത്രയും വേഗം വേണ്ട വളരെ തഞ്ചത്തിൽ ചെയ്താൽ മതി. ആ തഞ്ചം നമുക്ക് കിട്ടുന്നത് അതാണ് ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. തഞ്ചം കൂടെ അല്ല, ഈ തഞ്ചമൊക്കെ വരുന്നതിന് മുമ്പിട്ടാണ് ഞാറ്റടിയുടെ കാലം. ഞാറ്റടി വളരെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് ഞാറ്റടി. അതായത് മിനിയാന്ന് ഗോപിച്ചേട്ടൻ ഭരത് ഗോപി പറഞ്ഞു, ഞാനും ഗോപിച്ചേട്ടൻ തമ്മിലുള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു ബന്ധമുണ്ട്. അതേ എനിക്ക് നിമിത്തമാവും എൻ്റെ കരിയറിൽ എപ്പോഴും. ഉദാഹരണത്തിന് ആദ്യത്തെ സിനിമയിൽ പുള്ളി എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞത് ക്യാമറ കണ്ടിട്ടില്ലാത്ത ആളുകളെ വേണം. ഞാൻ കറക്റ്റ്, ഞാൻ ക്യാമറയും കണ്ടിട്ടില്ല, ഷൂട്ടിങ് കണ്ടിട്ടില്ല. അത് ശരി. ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. 79 ഞാൻ കണ്ടിട്ടില്ല. 79 മുമ്പ് തിരുവനന്തപുരത്ത് അങ്ങനെ ഷൂട്ടിംഗ് ഇല്ലല്ലോ. 79-ലാണിത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫീസിൽ നാട് നോക്കേണ്ടെങ്കിൽ നടക്കുന്ന സമയമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഷൂട്ടിംഗ് വന്നിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു ആരി 2C ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാറ്റയുടെ വിപിൻ മോഹനാണ് ക്യാമറാമാൻ. ഗോപിച്ചേട്ടൻ നമ്മളെ വിളിച്ച് നിർത്തി അഭിനയം പറഞ്ഞുകൂടെ എന്നാലും പരത്തിലൊക്കെ. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ അഭിനയിക്കുന്ന ചിത്രത്തിലെ പ്രധാന വേഷം ഗോപിച്ചേട്ടനാണ്. മൂന്നാമത്തെ പടത്തിലെ പ്രധാന വേഷം ഗോപിച്ചേട്ടൻ. എനിക്ക് ആദ്യമായിട്ടൊരു സഹനടനുള്ള അവാർഡ് തരുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിച്ചേട്ടനാണ്. ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന ഗോപിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടായ പുള്ളി. എന്തിനാണ് ഇലക്ഷൻ നിൽക്കുന്നത്? നടൻ്റെ ജോലി അഭിനയിക്കുകയാണ്. ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞ അവസാനം ലാസ്റ്റ് ഡേയിൽ ലാസ്റ്റ് മീറ്റിംഗ് സമയം ഗോപിച്ചേട്ടൻ. അതുപോലെ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടുന്ന കാര്യവും എന്നെ ആദ്യം വിളിച്ച് പറയുന്ന അയാളുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് പറയുന്നത് ഞാനാണ് അവനോട് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗോപിച്ചേട്ടൻ വിളിച്ചത്. അങ്ങനൊരു വല്ലാത്തൊരു നിമിത്തമുണ്ട്. അപ്പം ഞാറ്റടിയെക്കുറിച്ച് എപ്പോഴും ഞാൻ വളരെ കൃതജ്ഞതയോടുകൂടിയേ ആലോചിക്കാൻ പറ്റും എനിക്ക്. അതുപോലെ ആദ്യം എൻ്റെ ആദ്യം ഇറങ്ങിയ പടത്തിൻ്റെ സംവിധായകൻ ഹരിഹരൻ സാറ്, എൻ്റെ പുതിയ ആളായിട്ട് എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വിളിച്ചടുത്ത മുറി കൊണ്ടുപോയിട്ട് ഒന്ന് അഭിനയിച്ച് കാണിക്കും. ആദ്യം നമ്മൾ വളരെ ഹരാസ്ഡ് ആവും. മൊത്തം ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുകയല്ലേ, പുതുതായിട്ട് ഒരാൾ വരുന്നു, അയാൾക്ക് വേരുമില്ല നാരുമില്ല. MD പോലെ ഒരാൾ ഡയലോഗ് ഇത് പറയുമെന്ന് പറയുമ്പോഴത്തേക്ക് ഡയലോഗും ഓർമ്മ വരത്തില്ല. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ശബ്ദം വന്ന് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ താല്പര്യം. അന്ന് ക്യാമറയ്ക്ക് കൃന്നൊരു ശബ്ദമുണ്ട്. ഒന്ന് ശരിക്കും ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഒരു തെറ്റ് വരുമ്പോൾ വശത്തുള്ള ഒരു ചിരി, ഒരു ഹാസ്യം തോന്നുന്ന ഒരു നോട്ടമൊക്കെ നമ്മളെ വല്ലാതെ ഹോണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എൻ്റെ കൂടെ അനുഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടോ? അങ്ങനെ വലുതായിട്ട് ഇല്ല. കാരണം ഇപ്പം വളരെ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നത്. ഭയങ്കര സെൻസിറ്റീവ് ആണല്ലേ? ചെറിയ കാര്യത്തിന് ഭയങ്കര വിഷമം. വിഷമം വരും, ദേഷ്യം വരും. അപ്പോൾ വിഷമമാണല്ലോ ദേഷ്യമായിട്ട് വരുന്നത് അല്ലേ? ഒരു പുതിയ ഒരാൾ അഭിനയിച്ച് തുടങ്ങുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക്
അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ പുതുതായിട്ട് ആരെ അഭിനയിക്കാൻ വന്നാലും നമ്മൾ മലയാളത്തിലെ പല നടികളും എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെന്നെ കാണുന്ന ചിലപ്പോൾ വേറൊരു ആംഗിളിലായിരിക്കും. പക്ഷേ ഞാൻ വളരെ സൗമ്യമായിട്ടും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതുകൊണ്ട്. ശ്രീലക്ഷ്മിയൊക്കെ പൊരുത്തത്തിൽ നമുക്കത് ശ്രീലക്ഷ്മിയുണ്ട്, മഞ്ജു ആദ്യം എൻ്റെ കൂടെയാണ് അഭിനയിച്ചത്. പിന്നെ വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പം ദിവ്യ ഉണ്ണി എൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. സർഗത്തിൽ ഈ ചമ്പക്കുളം ആ കുട്ടി അതിന് മുമ്പ് ഹരിഹരൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വേഷത്തിൽ വന്നു പോകുന്ന ഒരാളായാലും ഞാൻ ഒരിക്കലും ഞാനൊരു സീനിയർ ആക്ടറാണ് എന്നുള്ള രീതിയിൽ അയാൾ പെരുമാറുകയില്ല. റിഹേഴ്സലിന് അത്ര വേണം നിന്നോട്. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള വൈഷമ്യങ്ങളുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറ ശബ്ദം കേട്ടില്ലെങ്കിൽ അഭിനയം വരുന്നത്. ഇത് അടുത്ത മുറി കൊണ്ടുപോയിരുന്നു പറഞ്ഞു തരുന്നത് അല്ലേ, തിരുത്തി തരുന്നത്. ഹരിഹരൻ സാറ് ഫുൾ സെറ്റ് വെച്ച്. അപ്പോൾ ഷാജിയൻ കരുണാണ് ക്യാമറ. പിന്നെ അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പം ഒരെണ്ണം ചെയ്യുമ്പോൾ ഡയലോഗ് തെറ്റും. നമ്മുടെ ആക്ഷൻ ചിലപ്പം ശരിയാവും, അങ്ങോട്ട് സിങ്ക് ആവില്ല അങ്ങോട്ട്. അപ്പം വിളിച്ച് അടുത്ത മുറിയിലോട്ട് ഒന്നൊക്കെ ചെയ്യൂ, ഇതവിടെ ചെയ്താൽ മതി എന്ന് പറയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും നല്ല സംവിധായകരുടെ പടത്തിലാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ അഭിനയിക്കാത്ത പല സംവിധായകരുടെ പടങ്ങളുണ്ട്. അത് നടനെ കൈകാര്യം ചെയ്യാനും മെരുക്കാനും അറിയാവുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ, നല്ല ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ കൂടെ നിന്ന് പിന്നെ ഒരുമിച്ചുള്ള ഷോട്ട്സ് വരുമ്പോൾ ആരെയാണ് വാസ്തവത്തിൽ ഇദ്ദേഹമാണ് കുറച്ച് സൂക്ഷിക്കണം അങ്ങനെ വിചാരിക്കുന്ന നടന്മാർ ഇപ്പോൾ കൂടെ ഉള്ളത്? എനിക്കോ? എന്നോടോ? അല്ല, തിരിച്ച് എനിക്കോ? ഇപ്പൊ KPS എഴുതായിട്ട് പിന്നെ ഉണ്ട്. അല്ലില്ല, അതങ്ങനെയല്ല, സൂക്ഷിക്കണമെന്നല്ല തോന്നുന്നത്. ഇപ്പോൾ ഒന്ന് അത്തരത്തിലുള്ള 2-3 ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് പോയി. അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ വരത്തില്ലേ? ഞാൻ ഓവർ ഡൂയിങ് അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഓവർ ഡൂയിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമ്പർ ഇടുക എന്നൊക്കെ പറയാനുള്ളത്. മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, നമ്പർ ഇടുക. അത് ഈ കഥാപാത്രം ആവശ്യപ്പെടുന്നതും കഴിഞ്ഞ് അടുത്ത പുരയിടവും കഴിഞ്ഞ് അങ്ങ് പോവുക. അതല്ല, അതിൻ്റെ ഏറ്റവും തന്മയത്വമായിട്ടുള്ള അത് ആവശ്യപ്പെടുന്ന സംഗതികൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സുമായിട്ടാണെങ്കിൽ ദാറ്റ് മേ ഗോ ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ. റിസൾട്ട് വിൽ ബി വെരി വെരി. അത് ആരൊക്കെയാണ് അങ്ങനത്തെ കമന്റ് ചെയ്യാൻ? ഞാനിപ്പോൾ അങ്ങനെ പേര് പറയുന്നില്ല. മലയാളത്തിൽ അങ്ങനെ പറയാവുന്ന ഒരു 7-8 പേരെങ്കിലും ഉണ്ടാവും. ഈ വിശേഷ ദിവസങ്ങളിലാണ് ഭാര്യയും ഭർത്താക്കന്മാരും നല്ല ഉഗ്രൻ അടിയാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ തിരക്ക് ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ ഒന്നും വീട്ടിൽ കാണാത്തൊരവസ്ഥ. ഇപ്പോൾ അല്ലേ ഒരുപാട് മുകളിലെത്തി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഒരു തിരക്കിൻ്റെയൊക്കെ അവസ്ഥയിൽ ഒരിക്കലും വീട്ടിൽ സമയത്തിനുണ്ടാവില്ല, അല്ലെങ്കിൽ ഓണത്തിന് ഒരു വിശേഷ ദിവസം വിഷുവിനൊന്നും കാണത്തില്ല. ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒന്നും പരാതി പറയത്തില്ലേ? സാധാരണ എനിക്കറിയാം ഉണ്ടാവും. ഇല്ല, പറയത്തില്ല. തിരുവോണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു വിവാഹ ആഘോഷിക്കേണ്ട ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാത്തിരുന്ന് കാണാത്ത ദുഃഖം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു വിവാഹാഘോഷമോ അങ്ങനെ ജന്മം അങ്ങനെയൊന്നുമില്ല. അല്ല, ഷൂട്ടിങ് കഴിഞ്ഞാൽ എത്രയായാലും വീട്ടിൽ തന്നെ എത്തും. അത് ഉറപ്പാണ്. മോൾക്ക് വെളിയിൽ പോകുന്ന പരിപാടി ഇല്ല. അച്ഛൻ ബർത്ത്ഡേക്ക് വരിക, അച്ഛന് തിരക്കായി പോവും, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, എന്തായാലും വിളിക്കും. അച്ഛൻ ബർത്ത്ഡേക്ക് അവിടെ ഇരുന്നാലേ ഇങ്ങനെ മോത്ത് അല്ലേ നോക്കണേ. എനിക്ക് ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് സിനിമ അഭിനയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് വരുന്നു. വീട്ടിൽ ഫോണില്ല, കാറില്ല, ഇപ്പോൾ ട്രെയിനിലൊക്കെ പോയി അങ്ങനെ ഇരിക്കുകയും. അപ്പോൾ ആ സമയത്ത് മോളെ പ്രഗ്നൻറ്റുമാണ്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും വല്ലാത്തൊരു ആദ്യ തോന്നുന്നു. പക്ഷേ പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം ഞാൻ ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ട് ജീവിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ജോലിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറിയ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ മൊത്തം കുടുംബത്തിനും ഉണ്ടായതിൻ്റെ കാരണം സിനിമയായതുകൊണ്ട് അത്തരം ദുഃഖങ്ങൾ നിസ്സാരമാണ്. മനസ്സിലായില്ലേ? അച്ഛൻ അവാർഡ് കിട്ടിയപ്പോൾ മോളുടെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞത്? ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്? നിർമ്മല ഭവനിലാണ് പഠിക്കുന്നത്, 9ാം ക്ലാസ്. എന്ത് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ എല്ലാവരും? ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ആര് പറഞ്ഞതാ? ഞാൻ ഇന്നാരുടെ മോളാണല്ലോ എന്ന് അഭിമാനം തോന്നുന്ന പിന്നെ ഒരു കമന്റ് ആരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടേക്ക്? മോൾ എന്താ അച്ഛനോട് പറഞ്ഞത്? ഏതാ അവാർഡ് കിട്ടിയപ്പോൾ? അവാർഡ് കിട്ടിയപ്പം ഇന്ന് അപ്പൂപ്പൻ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ. അപ്പൂപ്പനല്ലേ?
അപ്പൂപ്പനല്ല ശരിക്കും. കുമാരനാശാൻ. പിന്നെ അത് തന്നെ അമ്മയുടെ ഭർത്താവാണ്. രണ്ടാമത് വിവാഹം കഴിച്ചതിലാണ് എൻ്റെ അമ്മയുടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങളെ എങ്ങനെയായിരിക്കും എന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭാഷയും അപൂർണമാണ്, ഒന്നും പറയാനും നോക്കിയില്ല. ആ സമയത്തൊന്നും പറയത്തില്ലല്ലോ, ഈ ടി വിയിൽ ഇത് പറയുന്ന ആ സമയത്ത്. ചേച്ചിയുടെ മനസ്സിലോ ഓരോ നിമിഷവും ഞാൻ ഭാര്യയെ കെട്ടിപ്പിടിച്ചു ആ സമയത്ത്. അത് ഞങ്ങൾ കണ്ടു, ടി വിയിൽ കണ്ടു. താങ്കളുടെ മനസ്സിൽ ഈ ഒരു പാരമ്പര്യം നോക്കുമ്പോൾ ഇപ്പോൾ പി ജെ ആന്റണി, കൊട്ടാരക്കര ശ്രീധരനായർ, അവരുടെ ആ ഒരു സത്യൻ മാഷ്, ഇതിലെ ഈ ഒരു ഇതിൽ താങ്കളുടെ അഭിനയം അവരോട് ആരോടാണ് കൂടുതൽ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ആരെയും ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കാൻ ഉള്ള, കാരണം അതൊരു ആക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാൾക്ക് റോൾ മോഡലില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതിനെ നിഷ്കരുണം കൊല്ലുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നടൻ. കാരണം ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന എൻ്റെ അനുഭവം വെച്ചിട്ട് ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ നടൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാനാണ്. അത് ഇപ്പം വേറൊരാൾ അവൻ്റെ ഒരു പൊങ്ങച്ചം കണ്ടോ, അത് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ്. പക്ഷേ ടി വി തുറക്കാൻ വയ്യ, മുഴുവനകത്ത് മോഹൻലാലിനെ പോലെ ചരിഞ്ഞ് കിടക്കുന്ന ഒരുപാട് ആക്ടേഴ്സിനെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ മറ്റ് സ്റ്റാർസിനെ, ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും മിക്സ്, അല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപിയും മമ്മൂട്ടി മിക്സ്. എന്താ ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിനോട് താങ്കൾക്ക് പറയാനുള്ളത്? എന്താ ഇങ്ങനെ ഇവർ ആക്ട് ചെയ്യുന്നത്? യങ്സ്റ്റേഴ്സിനോട് ഇതിനെക്കുറിച്ച് മാത്രമാണോ പറയാനുള്ളത്? എന്തൊക്കെയാണ് പറയാനുള്ളത്? യങ്സ്റ്റേഴ്സിനോടല്ല ഇത് പറയേണ്ടത്. ഇത് പറയേണ്ടത് വേറെ ചില ആളുകളോടാണ്. അത് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യം, നമ്മുടെ പാരമ്പര്യ കലകൾ ആസ്വദിക്കാനുള്ള ഇത്. ഇപ്പം വ്യൂവർഷിപ്പ് കൂടുമെങ്കിൽ ഇതിനേക്കാളും വലിയ കോക്കാമ്പീച്ച കാണിക്കും ആളുകൾ. ബേസിക്കലി ഇറ്റ് ഇസ് എ ബിസിനസ്. അപ്പോൾ അങ്ങനെ കാണിക്കും. പക്ഷെ അത് ഈ തലമുറയെ ഇത്ര സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. അല്ല, ഇപ്പൊ ഏറ്റവും എളുപ്പമാണ് സിനിമയിൽ കയറാൻ, കാരണം മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്താൽ മതി എന്നൊരു. ഒരിക്കലും അതുപോലെ ഞാൻ എളുപ്പത്തിൽ ഇറങ്ങുകയും ചെയ്യും. അങ്ങോട്ട് കയറും ഇറങ്ങും, അങ്ങനെയൊന്നും പറ്റില്ല. മോഹൻലാലിന് ബാഹ്യമായിട്ടുള്ള ചലനമാണോ മോഹൻലാലിൻ്റേത് മാത്രമായ, മോഹൻലാലിന് മാത്രമായ, മമ്മൂട്ടിക്ക് മാത്രമായ, അല്ലെങ്കിൽ അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള ഓരോ ആക്ടർക്കും മാത്രമായ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഈ ഒരു അറിവാണ് ഇപ്പൊ കൂടിയാട്ടത്തിന്റെയും അല്ലെങ്കിൽ കഥകളിയുടെയും നിന്ന് നമുക്ക് ഉൾക്കൊള്ളാത്ത, ആ അറിവ് ഉൾക്കൊള്ളാത്ത ഒരു തലമുറയ്ക്ക് ഈ ഒരു ബാഹ്യമായ ചലനങ്ങളിൽ മാത്രം പെട്ടുപോകുന്നില്ല. അതെ അതെ. അതിൽ പിന്നെ ഇത് ശ്രദ്ധിക്കുക. അത് മാത്രമാണ്. ഇപ്പം മലയാളം പിന്നെ ഈ തലമുറയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള അപജയത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. മലയാളം ഭംഗിയായിട്ട് പറയുന്നത് മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു സെക്ഷൻ, ഇത് വീട്ടിൽ പറയാത്തവർ. പക്ഷേ മാതൃഭാഷയോട് ഇപ്പോൾ വെസ്റ്റേണേഴ്സ്, ഇപ്പോൾ ഞാൻ ഫ്രാൻസിൽ പോലുണ്ട്, പാരീസ്, നമുക്ക് ഇംഗ്ലീഷിൽ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വേണമെന്നല്ല, അവിടെ വരെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ജർമ്മനി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല നമുക്ക്, അവർക്കൊന്നും അറിഞ്ഞുകൂടാൻ താല്പര്യമില്ല. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ മോസ്കോയിലുണ്ട്, ഞാൻ അനുഭവിച്ചതാണ്. വാട്ടർ എയർപോർട്ടിൽ നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുക 4 മണിക്കൂർ, നേരം വെളുത്തതേ ഉള്ളൂ. 6 മണിക്കൂർ യാത്ര കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഐ വാണ്ട് സം വാട്ടർ എന്ന് പറഞ്ഞു, അവൻ വാ വിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്റ്റൻറ്റ് വരെ പോകണ്ട. പക്ഷേ നമ്മുടെ സ്വത്വത്തെ വിട്ടിട്ടുള്ള ഈ പോക്ക് അപകടമാണ്. ഇപ്പോൾ വായനശാലയ്ക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു, അവതരിപ്പിച്ചു. അതുപോലെ ഈ സിനിമ എന്താണ് സംവിധാനം ചെയ്യുക? സിനിമ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇങ്ങനെ വന്നായിരുന്നു, ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊക്കെ അറിയാവുന്നത്. പക്ഷേ ഞാൻ പിന്നെ കുറച്ചുകൂടെ എന്നെക്കുറിച്ചൊരു ഒരാളത് പ്രൊഡ്യൂസ് ചെയ്യാനും താല്പര്യപ്പെട്ടതാണ്. ഞാനൊരു സെൽഫ് അനാലിസിസ് നടത്തപ്പോൾ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമായി. അതിൻ്റെ പ്രധാന കാരണം പേഷ്യൻസ് ഇല്ലായ്മയാണ്. അടി നടക്കും ചിലപ്പോൾ. എനിക്കതിനുള്ള പേഷ്യൻസ് ഇല്ല. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് മാത്രമല്ല, ഒരു നല്ല കോർഡിനേറ്റർ ആയിരിക്കണം. നന്നായിട്ട് കേൾക്കാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഇത് വേണം. ആ ആക്ടർ പോലും അറിയാതെ തന്ത്രപൂർവ്വം അയാളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനത് തൽക്കാലം മാറ്റി വെച്ചിരിക്കുക. ഒരു ഐഡിയ. എഴുത്തിന് ഞാനങ്ങനെ കൃത്യമായൊരു എഴുത്തൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എഴുത്തുകാരനാവുക എന്നുള്ളതാണ്. ഫിക്ഷൻ, കഥകൾ എഴുതണം, നോവൽ എഴുതണം. പക്ഷേ അത് പറ്റുകയില്ല. പിന്നെ എനിക്കറിയില്ല, അത് ഈ പേഷ്യൻസിൻ്റെ കുറവായിരിക്കും. പിന്നെ പല നിർബന്ധങ്ങളും മനോരമയിൽ നിർബന്ധിച്ചപ്പോഴാണ് ഒരു കോളം എഴുതാൻ ഞാൻ തയ്യാറായത്. അത് ഭംഗിയായി എന്ന് ആളുകൾ പറഞ്ഞു. 20 വർഷത്തിന് മുമ്പ് അഭിനയിക്കാനായിട്ടുള്ള ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ആൽബിയുടെ സൂ സ്റ്റോറി എന്ന് പറയുന്ന നാടകം അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അല്ലാതെ എനിക്ക് അതിനകത്ത് അറിയാണ്ട്. സൂ സ്റ്റോറി ഒന്നുകൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെപ്പോഴും ചെയ്യാവുന്നതാണ്. പിന്നെ ലങ്കാലക്ഷ്മിയുടെ ഒന്നും പകുതി സ്ട്രെയിൻ പോലുമില്ല. ഞാൻ എഴുതണം എന്ന് ആഗ്രഹിച്ചത് ഈ അഭിനയത്തിൻ്റെ, എനിക്ക് അനുഭവപ്പെട്ട അഭിനയ സമയത്ത് എന്നിൽ നടക്കുന്ന സഞ്ചാരങ്ങൾ,
ഒരു ഉദാഹരണം എന്താ ഏത് ഇപ്പോൾ ടൈം? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ നാടകം സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3-4 മിനിറ്റ് മുമ്പ്, അതിന് മുമ്പ് എൻ്റെ പിടപ്പുണ്ട്, ഒരു കെമിക്കൽ രാസപ്രവർത്തനം എന്തൊക്കെയോ ശരീരത്തിൽ നടക്കുന്നുണ്ട്, മനസ്സിലെ ശരീരത്തിൽ. അത് ഞാൻ ശരീരം ചൂടാകുന്നു, വിയർക്കുന്നു, ശ്വാസത്തിന് മിടിപ്പ് കൂടുന്നു, ചിലപ്പോൾ ശ്വാസം പിടിക്കുന്ന എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നു, ഒരു ഭയങ്കരമായ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നു. പിന്നെ അങ്ങോട്ട് കയറി 1-2 മിനിറ്റ് കഴിയുന്നതോടുകൂടി പിന്നെ ഇങ്ങനെ കയ്യിലേക്ക് ഒതുങ്ങി വരികയാണ്. അത്തരത്തിലുള്ളൊരു ചേഞ്ച്. പിന്നെ നാടകം അഭിനയിക്കുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിസത്തയിൽ നിന്ന് തീർച്ചയായിട്ടും മാറിയിരിക്കുന്ന സമയമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അതിനിപ്പം ഒരുപാട് തിയറിറ്റീഷ്യന്മാർ പറയുന്ന അയാൾ മറക്കാറില്ല, അങ്ങനെയൊക്കെ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ സമയത്ത് എന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. കഴിഞ്ഞ അത്രയും ദിവസങ്ങളിൽ റിഹേഴ്സൽ ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം ചുരുളഴിഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ആ സമയം. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ അനുഭവങ്ങളും അതിനു മുമ്പുള്ള നാടക അഭിനയ അനുഭവങ്ങളും ചേർത്തിട്ട് പുസ്തകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഗോപിച്ചേട്ടൻ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ പേര് വന്നു, അഭിനയത്തിൻ്റെ രസതന്ത്രം, ദി കെമിസ്ട്രി ഓഫ് ആക്ടിങ്. എഴുതി വന്നപ്പോൾ ഈ രസത്തിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അതാണ് കൂടുതൽ prominent ആയി നിൽക്കുന്നത്. ആസ്വാദകൻ അല്ലെ പ്രേക്ഷകന് കിട്ടുന്ന രസമാണ്. നടൻ സംക്രമിപ്പിക്കുന്ന ഭാവം പ്രേക്ഷകൻ ഏറ്റുവാങ്ങിയിട്ട് അയാൾക്കാണ് രസം ഉണ്ടാകുന്നത്, നടനല്ല രസം ഉണ്ടാകുന്നത്. അതിൻ്റെ തന്ത്രം എന്താണെന്നും കൂടെ ഒരു ഡയമെൻഷൻ വന്നു. അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ? എനിക്കോ? അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ഒരുപാടുള്ള വായനയൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ വായിക്കും. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് എഴുത്തച്ഛനെ ഇഷ്ടമുണ്ട്, ആശാനെ വളരെ ഇഷ്ടമുണ്ട്, എടശ്ശേരി ഇഷ്ടമുണ്ട്, ചങ്ങമ്പുഴ ഇഷ്ടമുണ്ട്, വൈലോപ്പിള്ളി മാഷിനെ ഇഷ്ടമുണ്ട്. പിന്നെ ആധുനികരായിട്ടുള്ള മിക്കവാറും കവികളുടെ 2 വരിയെങ്കിലും എനിക്കറിയാം. പിന്നെ ഷേക്സ്പിയർ. അങ്ങനെ ഈ കവികളുടെ ഒരു സൗഹൃദം, താങ്കൾ നേരത്തെ പറഞ്ഞു വരുന്ന എല്ലാം കവികളുടെ പേര് ഇങ്ങനെ കടന്നു. ഇപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക്, ആ ഒരു ബഹളത്തിലേക്ക് എപ്പോഴും എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖമുണ്ട് ഒരു സിനിമയുടെ കവികൾ. ഇല്ല, അന്ന് അവർക്കും അത്രയും സൗകര്യമില്ല ഇപ്പോൾ. ഇപ്പം അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് മേഞ്ഞ് നടന്നവർക്ക് ഓരോ സ്ഥലത്തായി ജീവിതത്തിൻ്റെ കാലങ്ങൾ ഇങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നടൻ രംഗത്ത് അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് ഒരു കവിത ഉണ്ടായത്. അത് ഞാൻ ലങ്കാലക്ഷ്മി, എനിക്കത് അവിശ്വസനീയമായി തോന്നി. പിന്നെ അഹങ്കാരവും തോന്നി സത്യം പറയാറുണ്ട്. വിജയലക്ഷ്മി ബാലേന്ദ്രൻ്റെ വിജയലക്ഷ്മി ഒരു കവിത എഴുതി. വിജയലക്ഷ്മി മാത്രമാണെന്ന് തോന്നുന്നു രാവണനെ ശ്രീരാവണൻ എന്ന്. അപ്പോൾ അത് ഭാഷാഭൂഷണി അച്ചടിച്ചുണ്ട്. വായിച്ചായിരുന്നു? വായിച്ചില്ല. ആ, നല്ല ഒരു കവിതയാണ് അത്. ഞാൻ എപ്പോഴും വിജയലക്ഷ്മിയുടെ എല്ലാ കവിതകളും വായിക്കുന്നതാണ്. ഇത് ശ്രീരാവണൻ എന്നിട്ട് മുരളി ഇങ്ങനെ അഭിനയിച്ച് കണ്ടതിൻ്റെ പേരിലെന്നാണ്. അപ്പം ഞാൻ അഭിനയിച്ചതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഈ പാർനാടത്തിൻ്റെ എല്ലാം വന്നിട്ടുണ്ട്. നല്ല വരികളാണ്. ഉദാഹരണത്തിന് വിഭീഷണനായിട്ട് വരുമ്പോൾ സന്നദ്ധ ശീർഷനായി ദേവ തേജസ്വിയായി ചന്ദ്രബിംബം പോലെ ശാന്തൻ വിഭീഷണൻ എന്നുള്ള നല്ല വരികളാണ്. ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ്. വലിയതായിരുന്നു അത്. എന്താണ് മോളെ കുറിച്ചുള്ള സ്വപ്നം? കെട്ടിച്ചു വിടുക എന്നുള്ളതാണോ അതോ നല്ല മകളായിരിക്കുക? അല്ല, ഇന്ന പോലെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അങ്ങനെയൊക്കെ ഒരിക്കലുമില്ല. ഇപ്പം അങ്ങനൊന്നും നമ്മൾ സ്വപ്നം കാണേണ്ട കാര്യവുമില്ല. ഇപ്പം നമ്മളൊന്നും അങ്ങനെ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നതുമല്ല. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുവഴിയായിരുന്നു. അതിൻ്റെ തിക്തഫലം ജീവിതത്തിൻ്റെ പല ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പെരുവഴിയിലൂടെ എങ്ങോട്ടും പോകാം എന്ന തരത്തിൽ അഴിച്ചുവിടപ്പെട്ട ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു. പലപ്പോഴും അത് ജീവിതത്തിൽ വളരെ തിക്താനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളൊരു പാഠം പഠിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് പോകും, കോളേജിൽ പഠിക്കും, കുഴപ്പമായ ഒരു ദിവസം കോളേജിൽ നിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞു, ഡിസ്മിസ് ചെയ്യും. അങ്ങനെയുള്ള ഘട്ടങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിൽ നമ്മളൊരു പാഠം പഠിക്കുക. അപ്പോൾ അന്ന് നമ്മളെപ്പോഴും നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു പന്താവിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായി കണ്ടുപിടിക്കണം. അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇല്ല. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിലെ ഏറ്റവും ബഹുമാനിക്കുന്ന ക്വാളിറ്റി എന്താണ്? ഇഷ്ടമല്ലാത്തത് എന്താണ് പറയാൻ പറ്റൂ? ഇഷ്ടമല്ലാത്തത് അങ്ങനെയുണ്ടോ? ഇഷ്ടമല്ലാതെ ഞാൻ പറയാം. ചിലപ്പോൾ ആഹാരത്തിൻ്റെ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ കറി നന്നായില്ല, ഇഷ്ടപ്പെടത്തില്ല, അതേ ഉള്ളൂ.
ഈ കറി നന്നായില്ല, അത് നന്നായില്ല, നന്നായില്ല. കൂടുതൽ കറിയൊന്നും വേണ്ട. അത് പറയുന്നത് കൂടുതൽ നന്നാക്കാൻ അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ആഹാരത്തിന് അതിൻ്റെ ചേരുവകളെ കുറിച്ച് അങ്ങനെ വലിയൊരു കൺസേൺ അല്ല. ഞാനാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് കൺസേൺ. പക്ഷെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. അത് തടിയുടെ കാര്യം. അതിപ്പോൾ പാർവതി ഒരുപാട് ആഹാരം കഴിക്കുമ്പോൾ പറയാം. അത് വിട്ട ഇഷ്ടപ്പെട്ട കറി എന്താണ്? അമ്മൂമ്മയുടെ കൈപ്പുണ്യം ആ അമ്മൂമ്മയുടെ അതാണ് പ്രശ്നം എനിക്ക് തോന്നി. മീൻ കറി അമ്മൂമ്മ വെക്കുന്നത് വെച്ചാൽ ഇപ്പം പക്ഷേ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. പുളിശ്ശേരി, അതുപോലെ ചൂട് ചോറ്, ചമ്മന്തി, തൈര് വളരെ ഇഷ്ടമാണ്. നല്ല ചീനിയും ചാളക്കറി വളരെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ലാത്തത്, ഞാനിതെല്ലാം കൂടെ പറഞ്ഞാൽ ഒരു പഴഞ്ചനാണെന്ന് നിങ്ങൾ പറയും. എനിക്ക് ഈ ന്യൂഡിൽസ് അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ വെട്ട് എങ്ങനെ പറ്റിയതാ? ഈ വെട്ട് എങ്ങനെ പറ്റിയതാ? മൂത്തപ്പാട് പണ്ട് ഒരുമിച്ച് കളിച്ചപ്പോൾ തള്ളിയിട്ട് അല്ല 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തായത്തിൻ്റെ ആപ്പിൽ നിന്ന് ഇടിച്ചു കയറി. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയാണ്. അപ്പോൾ അന്ന് സ്റ്റിച്ചും വേറെ ഡോക്ടറൊന്നും അടുത്തില്ല. അപ്പൂപ്പൻ അമ്മരം തീരുമാനിച്ചു. അതായത് പൂച്ചെടിയില്ലേ, പൂച്ചെടിയെല്ലാം കൊണ്ടുവന്ന് പിഴിഞ്ഞിട്ട് മാടോട് അരയ്ക്കും. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതൊരു പേസ്റ്റ് ആകും. എന്നിട്ട് അങ്ങ് ഫില്ല് ചെയ്തിട്ട് അങ്ങ് തേക്കും. മൂക്കറിയായിരുന്നു അത്? പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഓർമ്മയില്ല. 2ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ആ വെച്ച സാധനം സെറ്റായിട്ട് ഇനി പോരുകയും ഇതൊരു ചെറിയ ദ്വാരം പോലായിരുന്നു ആദ്യം, പിന്നെ അത് ക്രമേണ ഫില്ലായി വന്നു. എന്നോട് ഒരിക്കലും ഡോക്ടർ പറഞ്ഞു മസ്കറ്റ് വെച്ച് ഇത് മാറ്റിത്തരാം. അഭിനയിക്കും. ആദ്യമൊക്കെ വലിയ പ്രശ്നമായത്. ക്ലോസപ്പിലൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആദ്യം നമ്മളെ കാണും, പിന്നെ ഒരു 3-4 പടം കഴിഞ്ഞാൽ യൂസ്ഡ്, പിന്നെ അവർ ശ്രദ്ധിക്കില്ല. മാറ്റാന്ന് പറയാം. വേണ്ട, എന്തിനൊക്കെ മാറ്റും. ഇനി അതില്ലെങ്കിൽ അവർ കുഴപ്പം. അതെ. ഏതായാലും ഈ തിരുവോണ നാളിൽ ഞങ്ങൾക്ക് ഇത്രയും സംസാരിക്കാനും നിങ്ങളോടൊപ്പം ഇരിക്കാനും കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വെറുതെ എല്ലാവരോടും പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്, ധന്യതയാണ്. പക്ഷെ പറയണമല്ലോ. പക്ഷെ അതങ്ങനെയല്ല. വളരെ ഞങ്ങൾ ശരിക്കും സന്തോഷിച്ചു. രസമായിരുന്നു നിങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ ഈ ചേട്ടനും ഭയങ്കര തിരക്കായിരിക്കും, ഒരുപാട് ആഘോഷങ്ങൾ എല്ലാവരും വിളിച്ച്. ഞാൻ കഴിയുന്നത്ര അതിനൊഴിവായി, പിന്നെ നിവർത്തിയില്ലാത്തത് വരും. ഇനോഗ്രേഷൻ അതിനൊന്നും ഇല്ലില്ല. ഇപ്പം തന്നെ വളരെ കുറച്ച് KSFDC ഒരു മീറ്റിംഗ്. നാട്ടിലെ സ്വീകരണം കഴിഞ്ഞോ? അടുത്ത മാസമാണ്. ഇല്ല, അടുത്ത മാസം. ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ പാർവതി. എങ്ങനെ ഇത് ഇവിടെ വേറെ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു? ഏതായാലും പിന്നെ ഈ പരിപാടിക്ക് വരാൻ കഴിഞ്ഞതിൽ ഇത് വളരെ ലൈവ്ലി ആയിരുന്നു എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് രസകരമായിരുന്നു അത് അവരോട് സംസാരിച്ചിരിക്കാൻ. സത്യം പറഞ്ഞാൽ ഒരു മോളും പിന്നെ മിനി ചേച്ചി അധികം സംസാരിച്ചില്ല എന്നൊരു വിഷമം മാത്രം. എങ്കിലും പറയും ഭാര്യ കൂടുതൽ സാധാരണക്കാൾ കൂടുതൽ സംസാരിച്ചെന്ന് പറയുക ചോദിച്ചാൽ. പിന്നെ അന്യഭാഷയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ഒരുപാട് പോകുന്നു. മനഃപൂർവ്വം ചോദിക്കാത്തതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യം അത് ടെലിവിഷനിലൂടെ പറഞ്ഞ് സ്ഥിരീകരിക്കേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ മണ്ണിൽ തന്നെ, നമ്മുടെ കഥാപാത്രങ്ങൾക്ക് തന്നെ ജീവനേകി ജീവസുറ്റതാക്കി നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണം എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ വേറെ സ്റ്റോക്ക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഭരതപാടുമായിട്ട് ഏത് കഥാപാത്രത്തിനാണ്, അതെങ്ങനെയായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അനുഭവങ്ങൾ, അതും ചോദിക്കാത്തത് മനഃപൂർവ്വമാണ്. അതൊക്കെ ധാരാളം ഫീച്ചറുകൾ വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് സ്വീകരിച്ചത് എങ്ങനെയാണ്, എന്തൊക്കെ ഞങ്ങൾ വിട്ടുപോയി, ഞങ്ങളുടെ പോരായ്മകൾ എല്ലാം എഴുതി അറിയിക്കണം. കൂടുതൽ നന്നാക്കാൻ, പരിപാടി കൂടുതൽ നന്നാക്കാൻ അത് ഞങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശമാകും. എന്തായാലും ഇന്ന് ഇങ്ങനത്തെ കത്തികൾ കൂട്ടുന്നില്ല. ഓണമാണ്, നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. ഞങ്ങളും അങ്ങനെ തന്നെ. കൈരളി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാ പരിപാടികളും കാണുക. ഞങ്ങളിപ്പോൾ വിട പറയുന്നു. ശുഭദിനം.